നൽകിയ മാതാപിതാക്കൾ, അറിവ് നൽകി അനുഗ്രഹിക്കുന്ന പ്രപഞ്ചം, കർമ്മഭൂമി നൽകിയ ദൈവം, അറിവിന്റെ പാതയിലേക്ക് വഴി നടത്തിയ ഗുരുനാഥന്മാർ, എനിക്ക് ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെ വലിയ ഒരു വിഷയമായിട്ടാണ് നിൽക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കി. സൂര്യൻ ഒന്ന് പറയാനുണ്ട്, നീ ജീവിക്കുന്ന മകനെ എന്നെ കൊണ്ടാണ്. എന്ത് ചൂടും നാം പലപ്പോഴും സൂര്യനെ കുറ്റം പറയാറുണ്ട്, എന്ത് ചൂടാണ്. പക്ഷേ ഒരു മാസം സൂര്യനില്ലെങ്കിൽ അറിയാം നാം ആരായിരിക്കുന്നത്. സൂര്യൻ പറയുന്നു, നീ ജീവിക്കുന്നത് എന്നെ കൊണ്ടാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. നദികൾ പറയുന്നു, എൻ്റെ ശുദ്ധമായ ജലം കുടിച്ചാണ് നീ ജീവിക്കുന്നത്. അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല. മരങ്ങൾ എന്ന് പറയുന്നത് ഇറുപ്പവനും മലർ എന്ന പേര് വെട്ടുന്നവരും തന്റെ ചൂടകറ്റും. പ്രബോധകാലത്തെ കുറിച്ചാണ് മരത്തിന് പറയാനുള്ളത്. തന്നെ വെട്ടാൻ വരുന്നവരും എന്ത് പറയുമ്പോൾ അവനും തണലേകുന്നു, ഫലങ്ങൾ നൽകുന്നു, പൂക്കൾ നൽകുന്നു. ലോകത്തുള്ള എല്ലാത്തിനും നോക്കിയാലും അതെല്ലാം നൽകുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയം, അത് വിനിമയം ചെയ്യുന്നു. ഞാൻ പ്രഭാതത്തിൽ 3:40 എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശുക്രൻ എന്ന് പറയുന്നത് നക്ഷത്രമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് പോസിറ്റീവാണ് നൽകുന്നത്, പോസിറ്റീവ് എനർജി നൽകുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്, സുന്ദരിയായ ജൂലി, ബ്രൗൺ കളർ ലാബാണ്. അവൾ പറയും ആരെങ്കിലും വരുമ്പോൾ, ഏയ് മിസ്റ്റർ യജമാനൻ, നിങ്ങളെ ആരോ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എനിക്കറിയാവുന്ന തൊട്ടടുത്ത് അപ്പുറത്തെ ആളാണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞേ പറ്റുമോ? അതുകൊണ്ട് അതെന്ത് ചെയ്യും? അവൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ വൈഫ് വളരെ മനോഹരമായ കറി ഉണ്ടാകും, മനോഹരമായ കറി, ചിക്കനാണ് ചിക്കൻ. അതിന്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിലൂടെ അടിക്കുമ്പോൾ അതിന്റെ നാവിൽ തുമ്പത്തൊരു രസമുണ്ടാകും. സ്വാദ് അനുഭവിച്ചറിയുമ്പോൾ എന്റെ നാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്റെ മൂക്കിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ സാറിന്റെ ആർജോ സാറിന്റെ കുറെ സ്റ്റാറുകൾ അവിടെ കാണാം. റെഡ് കാണിക്കും, ബ്ലൂ, യെല്ലോ കാണിക്കും, റെഡ് കാണിക്കും, ഗ്രീൻ കാണിക്കും. റെഡ് പറയുന്നത് സ്റ്റോപ്പ്, നിൽക്കൂ, കുറച്ച് കാര്യം പറയാനുണ്ട്. യെല്ലോ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യൂ, നിനക്ക് പോകാൻ സമയമായിരിക്കും. ഗ്രീൻ കാണിക്കും, പോകും, ധൈര്യമായിട്ട് പോകും. നിറങ്ങുന്ന മോഡൽ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് മനുഷ്യൻ ആദ്യം ചോദിച്ചു, ഒരു തോട്ടിൽ 2 കാലുകൾ കൂടി വെച്ചപ്പോൾ കല്ലിൽ വെച്ച് സംഭവിക്കും. അങ്ങനെ തന്നെ സംക്രമണത്തിലും വലിയ വലിയ ഇടുക്കി ഡാം പോലെയുള്ള വലിയ അണക്കെട്ടുകളുണ്ടായിരുന്നു.